Hi students, today we are going to discuss about periodic table. നിങ്ങൾ ഫസ്റ്റ് ടോപ്പിക്ക് ചാപ്റ്റർ പറയുന്നത് പീരിയോഡിക് ടേബിളിനോട് റിലേറ്റ് ചെയ്യുന്ന കുറേ പാർട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അതിൽ ഇപ്പോൾ ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ലോങ് ഫോം പീരിയോഡിക് ടേബിളാണ്, അതായത് മോഡേൺ പീരിയോഡിക് ടേബിൾ. ഹെൻറി H.J. മോസ്ലി എന്ന സയൻറ്റിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത മോഡേൺ പീരിയോഡിക് ടേബിൾ. ദിസ് മോഡേൺ പീരിയോഡിക് ടേബിൾ കൺസിസ്റ്റ് ഓഫ് 18 ഗ്രൂപ്പ്സ്. ഈ റെഡിൽ നോക്കിയാൽ റെഡിലുള്ള സാധനം നമ്പർ ഇട്ടിട്ടുണ്ട്, 1 2 3 4 5 6 അങ്ങനെ ഉണ്ട്. 18 ഗ്രൂപ്പ്സ്, ദെൻ 7 പീരിയഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ചും കൂടെ അറിയാനുള്ളത് ഹൗ ക്യാൻ യു റൈറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓർബിറ്റ് വൈസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓർബിറ്റ് ഒരു ഷെല്ല് അതുണ്ട്. നിങ്ങളിതെല്ലാം ഇതിലെല്ലാം നോക്കണം, എല്ലാം നോക്കിക്കഴിഞ്ഞാൽ കാര്യമെല്ലാം മനസ്സിലാവും. അപ്പം ഞാനൊന്നും കൂടെ കൃത്യമായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം, 1 by 1 ആയിട്ട് നോക്കിക്കോ. Modern periodic table consists of 18 groups, then 7 periods. Here elements are arranged in the increasing order of their atomic number. ഇപ്പം നിങ്ങൾ ആദ്യം ഇവിടെ ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ വർഷം മുന്നേ അറിയുന്നൊരു കാര്യം, വാട്ട് ഈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മീൻസ് ദി arrangement of electrons. Electronic configuration means arrangement of electrons in an orbit is called electronic configuration. Orbit means shell. Arrangement of electrons in an orbit is called electronic configuration. അപ്പോൾ അത് പറയുമ്പോൾ what is orbit or shell എന്നുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം ഓർബിറ്റ് ഷെൽ. ഇത് പറഞ്ഞാൽ ഫിക്സഡ് path of an electron around the nucleus is called shell or orbit. Fixed path of an electron around the nucleus is called shell or orbit. നിങ്ങൾക്കറിയാം, ഇപ്പം ഞാൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതൊരു ന്യൂക്ലിയസ്, പ്രോട്ടോൺ ന്യൂട്രോൺ ഉണ്ട്, ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ് ഷെല്ല്. ഇപ്പം KLM എന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ 1 2 3 എന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുക, അതറിയുന്നത്. പിന്നെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എൻ ഓർബിറ്റ് ഈസ് ഈക്വൽ ടു 2n square. Maximum number of electrons in an orbit is 2n square. n represents a number of shell. ഇപ്പോൾ K ഷെൽ ആകുമ്പോൾ ഫസ്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നോക്കാം. നമുക്കൊരു എലമെൻറ്റ് ഇപ്പോൾ കാർബൺ, അതിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണെങ്കിൽ നമുക്ക് മാക്സിമം ഫസ്റ്റ് K ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 2 ഇലക്ട്രോൺസ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 ഇലക്ട്രോൺ. then L ഷെല്ലിലാണെങ്കിൽ 4. ബാക്കി ഇതിലൊന്നും വേണ്ട. then അടുത്തത് സോഡിയം, ഇതിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കിൻ്റെ കൊടുക്കൽ ഫസ്റ്റ് ഷെല്ലിൽ 2, സെക്കൻഡ് ഷെല്ലിൽ ഇത് പ്രകാരമാണെങ്കിൽ 2 × 2 square 8 കൊടുക്കാൻ പറ്റും. then M ഷെല്ല് 1, ഇവിടെ വേണ്ട, 4 ഷെല്ല് കാണിച്ചിട്ട് കൂടാ. പിന്നെ അടുത്തത് കാൽസ്യത്തിന് അറ്റോമിക് നമ്പർ 20 ആണ്. ഇപ്പോൾ 20 ആകുമ്പോൾ 2 8 8 2. ഇത് നിങ്ങൾ മുന്നേ പഠിച്ചൊരു കാര്യമാണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുള്ളത്. K ഷെല്ല്, L ഷെല്ല്, M ഷെല്ല്. അപ്പം ഇത് ഓർത്ത് നോക്കണം. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ഓർബിറ്റ് ഈസ് 2n square. ഓക്കെ, നെക്സ്റ്റ് അടുത്തതാണ് ശരിക്കും നിങ്ങൾക്കൊന്ന് ഓർത്ത് നോക്കേണ്ടത്. ഇത് നിങ്ങൾ പഠിച്ചത് അടുത്ത ശരിക്കും ഓർത്ത് നോക്കാം. ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയൊരു ടേം, വാട്ട് ഈസ് ഓർബിറ്റൽ ഓർ സബ്ഷെൽ. വാട്ട് ഈസ് ഓർബിറ്റൽ? ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഒരു എക്സ്പ്ലനേഷൻ കറക്റ്റ് ഒരു മെത്തേഡിൽ പെട്ടെന്ന് പറഞ്ഞു വെച്ചാൽ ഓർബിറ്റൽ ഓർ സബ്ഷെൽ എന്നാണ് പറയുന്നത്. ഇപ്പോഴ് നിങ്ങൾ റൂം കൺസിഡർ ചെയ്യുക. ഒരു റൂം, ആ റൂമിൽ ഞാൻ പിന്നെ കുറേ ഉറുമ്പുണ്ട്. അതിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ നിങ്ങളൊരു ശർക്കര കൊണ്ടുവച്ചാൽ ചിലപ്പം അതിനടുത്തേക്ക് കുറേ ഉറുമ്പ് വരാൻ സാധ്യതയുണ്ട്. അവിടെ ഞാൻ പറഞ്ഞൊരു വാക്ക് സാധ്യത, പോസിബിലിറ്റി. അപ്പം ഓർബിറ്റൽ ഓർ സബ്ഷെൽ മീൻസ് സ്പേസ് around the nucleus where there is a maximum probability for finding an electron. ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ കണ്ടുമുട്ടാൻ സാധ്യത കൂടുതലുള്ള റീജിയൻ. സ്പേസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് വേർ ദർ ഈസ് എ maximum probability for finding an electron.
Okay, then there are 4 orbitals. First S, second P, third D, അടുത്തത് F. S, P, D, F. 4 orbitals. S, P, D and F. 4 ഓർബിറ്റൽ ഉണ്ട്. ഇതിൽ എസ് ഓർബിറ്റലിലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2 ആണ്. പിയിലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 6 ആണ്. ഡിയിലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 10 ആണ്. എഫിൽ അത് 14 ആണ്. അപ്പം ദർ ആർ 4 ഓർബിറ്റൽസ്. ഫസ്റ്റ് വൺ എസ്, പി, ഡി, എഫ് എന്നാണ് പഠിക്കാനുള്ളത്. അപ്പോൾ എസ്സിലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2, പിയിലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 6, ഡിയിലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 10, എഫിലെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 14. ദെൻ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയാനുള്ളത്. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ഡെഫിനേഷൻ പറയുമ്പോൾ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ഓർബിറ്റൽ ഈസ് കോൾഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ട് ആസ് വി മൂവ് ഫ്രം ഷെൽ ടു ഷെൽ എനർജി ഇൻക്രീസസ്. സോ അതേപോലെ ആസ് വി മൂവ് ഫ്രം ഒരു ഓർബിറ്റൽസ് ടു ഓർബിറ്റൽ എനർജി ഇൻക്രീസസ്. സോ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറാണ് 1s. ഇത് ഞാൻ നമുക്ക് ചെയ്ത് നോക്ക്. 1s, 2s, 2p, 3s, 3p, 3p, then 4s, then 3d അങ്ങനെ പോകും. അപ്പോൾ ഇത് ആ ഓർഡർ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഓർഡർ നമ്മളിപ്പോൾ പഠിക്കേണ്ട മാക്സിമം ഇത്ര പഠിച്ച് വെച്ചാൽ മതി. 1s, പിന്നെ നെക്സ്റ്റ് 2s, അടുത്തത് 2p, പിന്നെ 3s, പിന്നെ 3p, then 4s, പിന്നെ 3d ഇങ്ങനെ പോകും. അപ്പോൾ ഇലക്ട്രോൺസ് ആർ അറേഞ്ച്ഡ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദർ എനർജീസ്. ഇലക്ട്രോൺസ് ആർ അറേഞ്ച്ഡ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദർ എനർജി. എനർജി ഇൻക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് പഠിക്കാനില്ല എങ്കിലും ഞാൻ ആ പേരൊന്ന് പറഞ്ഞുതരാം. ഈ പേര് ഇതിൻ്റെ ഓഫ് ബ പ്രിൻസിപ്പിൾ എന്ന് പറയും. ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് നോക്കുക. ഓഫ് ബ പ്രിൻസിപ്പിൾ എന്നുള്ളത് ഇത് ആവശ്യമുണ്ട് നമുക്ക് പഠിക്കാൻ. നിങ്ങളെ സിലബസിൽ സാധനമുണ്ട്. അപ്പോൾ 1s, 2s, 2p, 3s, 3p, 4s, 3d. ക്ലിയർ. ഇത് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യും ഈ സാധനം ഓർബിറ്റൽ. ഇനി ഇതിൻ്റെ ഓരോരോ എക്സാമ്പിളായിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എക്സാമ്പിളിലൂടെ ഒരു സാധനം ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. നോക്കിക്കോ. ഇപ്പോൾ കാൽസ്യം അറ്റോമിക് നമ്പർ 20. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2882 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് KLMN. KLMN. ഇപ്പോൾ ഇതിൻ്റെ നമ്മളിപ്പം പഠിച്ചിരിക്കുന്ന ഈ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പ്രകാരം ഏത് ഈ 1s, 2s അത് പ്രകാരം നോക്കിക്കോ. ഫസ്റ്റ് കാൽസ്യം ഫസ്റ്റ് 1s ഇതിൽ 2 ഇലക്ട്രോൺ. സെക്കൻഡ് 2s2, 2p6, എസിൽ മാക്സിമം 6, ദെൻ 3s2, ദെൻ 3p6, ദെൻ 4s2. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 2 + 2 + 6 + 2 + 6 + 2 എത്ര വന്നു? 20 വന്നു. ക്ലിയർ. എസ്സിൽ മാക്സിമം 2, ബാക്കി 18 ഉണ്ട്. അപ്പോൾ അടുത്തിലേക്ക് പോയി 2. പിയിൽ അപ്പോൾ 4, അപ്പോൾ 14, ബാക്കി എത്ര ഉണ്ട്? 16. 16 വരുമ്പോൾ പിയിൽ മാക്സിമം എത്ര കൊടുക്കുക? 6 കൊടുക്കുക. 3 ചെയ്ത്. ഇനി നിങ്ങൾ നോക്കിക്കോ. ഈ സബ്ഷെല്ലിൻ്റെ ഇതാണ് സബ്ഷെല്ലിലെ ഓർബിറ്റൽ. ഇതിൻ്റെ ഇടതുവശ നമ്പറാണ് ഷെല്ല്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഷെല്ല് ഇത് രണ്ടും അവിടെയുണ്ട്. സെക്കൻഡ് ഷെല്ല് ഇത് രണ്ടും അവിടെയുണ്ട്. തേർഡ് ഷെല്ല്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോ. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനോട് കണക്ട് ചെയ്യുന്നുണ്ടോ? ഇത് ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്, തേർഡ് ഷെല്ല്, 4 ഷെല്ല്. അപ്പോൾ ഇതിൽ 2 ഇലക്ട്രോൺസ്, ഇവിടെ 2 ഇലക്ട്രോൺസ്. ഓക്കെ. ഫസ്റ്റ് ഷെല്ല് ഇവിടെ 2 + 6 8 8. ഓക്കെ. ദെൻ 2 + 6 8 8. ഓക്കെ. അപ്പം 2 2 കറക്റ്റ്. ഇത് ഷെല്ല് വെച്ചിട്ടാണ്, ഇത് സബ് ഷെല്ല് വെച്ചിട്ടാണ്. അപ്പോൾ ഷെല്ലിനകത്ത് എന്തുണ്ട്? സബ് ഷെല്ലുണ്ട്. ഓർബിറ്റിനകത്ത് ഓർബിറ്റലുണ്ട്. ഓക്കെ. എന്നോട് നോക്കാം നമുക്ക്. സൾഫർ അറ്റോമിക് നമ്പർ 16 ആണ്. അതേ ഓർഡറിൽ 1s2. നെക്സ്റ്റ് ഏതാ? ഇപ്പം നമ്മൾ നോക്കിയിട്ടുണ്ട് 1s2. ഇപ്പം നോക്കിയാൽ മനസ്സിലാവും 1s2. നെക്സ്റ്റ് 1s-നടുത്ത് 2s, 2s2, 4i. ദെൻ നെക്സ്റ്റ് 2p, 6 കൊടുക്കാൻ പറ്റും. 2p6, 1s2, 2s2, 2p6. അപ്പോൾ 6 + 2 + 2 10 ആയി. ബാക്കി 6 ഉണ്ട്. അപ്പോൾ 2p ഞാൻ നെക്സ്റ്റ് വൺ ഏതാ? 3s, 2. ഇപ്പോൾ 12 ആയി. 10 12. എൻ്റെ അടുത്താണ് 3p. 3pയിൽ മാക്സിമം 6 ആണ്. ഇപ്പോൾ നമുക്കിവിടെ 4 മതി. 6 ക്ലിയർ. ഇപ്പോൾ 1s2, 2s2, 2p6, 3s2, 3p4. ഒന്നുകൂടെ നോക്കാം നമുക്ക്. ചെറുത് ഓക്സിജൻ അറ്റോമിക് നമ്പർ 8. 1s2. നെക്സ്റ്റ് 2s2. ഓക്കെ. 4i. ദെൻ 2p 6 ആണ് വേണ്ടത്. 6 ആവശ്യമില്ല കാരണം ഇവിടെ 8 അല്ലല്ലോ. അപ്പോൾ 2 + 2 + 2 ദെൻ 4. ക്ലിയർ. ഓക്കെ. ഒന്നുകൂടെ ഏറ്റവും ചെറുതൊന്ന് ചെയ്തൊക്കെ ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1.
ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s1. ക്ലിയർ. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കുക. ലിഥിയം അറ്റോമിക് നമ്പർ 3, 1s2. നെക്സ്റ്റ് 2s1, 2 + 1 3. ഇതെടുത്ത് ഒന്നും കൂടി ചെയ്ത് നോക്കുക. കാർബൺ അറ്റോമിക് നമ്പർ 6, 1s2, 2s2, 2p2. നിങ്ങളിത് ആഡ് ചെയ്തല്ല 1s 2s 2p. ഇതിങ്ങനെ ഈ 1s 2s 2p എന്നിൽ ആ ഓർഡർ കറക്റ്റായിട്ട് ഇവിടുന്ന് പഠിച്ചു നോക്കുക. ഈ സാധനം വെച്ചിട്ട് അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് പഠിച്ചു നോക്കുക. 1s 2s 2p 3s 3p 4s 3d വെച്ചിട്ട്. ഓക്കെ, ക്ലിയർ. അപ്പോൾ നിങ്ങൾക്ക് ഈ സംഭവം ഫസ്റ്റ് ക്ലിയർ ചെയ്താൽ ഇതിനടുത്ത സെക്ഷൻ എത്ര ബ്ലോക്ക് ഉണ്ട്, ആ ബ്ലോക്കിലെ ഗ്രൂപ്പ്, ബ്ലോക്ക്, പീരീഡ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും, അതെല്ലാം കിട്ടും. ആദ്യം നിങ്ങൾ ഫസ്റ്റ് ഇതിൽ പഠിക്കേണ്ട ഇതാണ്. ബാക്കി നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യം അങ്ങനെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യമാണ്. ക്ലിയർ. ഓക്കെ, ദിസ് ഈസ് സംതിങ് അബൌട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെൻറ്റ് ഏത് വെച്ചിട്ട് ബേസ്ഡ് അപ്പോൺ ഓർബിറ്റൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ക്ലിയർ.